മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. പുനർജനി പദ്ധതിയിൽ പ്രതിപക്ഷ നേതാവിന് പുറമെ മണപ്പാട്ട് ഫൗണ്ടേഷനും സിഒയ്ക്കെതിരെയും CBI അന്വേഷണത്തിന് ശുപാർശ. 2018-22 കാലയളവിൽ മണപ്പാട്ട് ഫൗണ്ടേഷന്റെ FCRA അക്കൗണ്ടിലേക്ക് 1,22,00,000 രൂപ വന്നതിൽ ക്രമക്കേട് നടന്നുവെന്നും VD സതീശന് വേണ്ടി സ്വരൂപിച്ച പണമാണിതെന്നുമാണ് വിജിലൻസ് നിഗമനം. വിദേശ ഫണ്ട് സ്വീകരിച്ചതിന് രേഖകൾ സൂക്ഷിക്കാത്തത് FCRA നിയമത്തിന്റെ ലംഘനമാണ്. അക്കൗണ്ടിലേക്ക് വന്ന പണവും അതിനായി നൽകിയ രേഖകളും തമ്മിൽ പൊരുത്തക്കേടുള്ളതായി വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, ഈ വിഷയത്തിൽ, അതായത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ഈ രീതിയിലുള്ളൊരു നീക്കം ഉണ്ടാകുന്നത്. അതായത് പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട കേസിൽ CBI അന്വേഷണത്തിന് ശുപാർശ വരുന്നു. എന്നാൽ ഇത് പ്രതിപക്ഷം അത്ര കാര്യമായി എടുക്കുന്നില്ല. പ്രതിപക്ഷ നേതാവ് അതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഇനി എന്ത് നടപടിയായിരിക്കും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക? അരുൺ, ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. ഈ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട കേസിൽ CBI അന്വേഷണത്തിനുള്ള ശുപാർശ രാഷ്ട്രീയ പ്രേരിതമാണ്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള സർക്കാരിൻ്റെ നീക്കമാണെന്ന ആക്ഷേപമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഇപ്പോൾ വിജിലൻസ് CBI അന്വേഷണത്തിന് ശുപാർശ നൽകിയിരിക്കുന്നു. എന്തായിരിക്കും തുടർ നീക്കങ്ങൾ? പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ CBI അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശ ചെയ്ത വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നത്. അതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമെന്ന വിമർശനവുമായി പ്രതിപക്ഷം ഒന്നടങ്കം രംഗത്ത് വരികയും ചെയ്തു. സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവും രംഗത്ത് വന്നിരുന്നു. ഇന്ന് അതിന് പിന്നാലെയാണ് ഈ പുനർജനി പദ്ധതിയുടെ പ്രധാനപ്പെട്ട മറ്റൊരാളിൽ നിന്ന് കൂടി ഈ രീതിയിൽ അയാളെ കൂടി പ്രതി ചേർക്കാനുള്ള, അല്ലെങ്കിൽ അയാൾക്കെതിരെ കൂടി അന്വേഷണം വേണമെന്ന വിജിലൻസിന്റെ ആവശ്യം സംബന്ധിച്ച വാർത്തകൾ പുറത്തു വരുന്നത്. ഇത് പ്രതിപക്ഷ നേതാവിനെ ബന്ധപ്പെട്ട് തന്നെയാണ് ഈ വാർത്ത, ഇതിന്റെ തുടരന്വേഷണം പുനർജനി പദ്ധതിയുടെ ഫണ്ട് കൈമാറ്റവുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും വലിയ ആക്ഷേപം ഉയർന്നിട്ടുള്ളത്. മണപ്പാട് ഫൗണ്ടേഷന്റെ CEO അമീർ അഹമ്മദ് VD സതീശൻ ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന ആരോപണമാണ് ഭരണപക്ഷത്തു നിന്ന് ഉയർന്നത്. പ്രത്യേകിച്ചും ഈ വിജിലൻസ് അന്വേഷിച്ചതും ആ ഒരു രീതിയിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോയത്. ഈ പ്രളയബാധിതരെ പുനരധിവസിക്കാൻ വിദേശത്ത് നിന്ന് പണം പിരിച്ചു. എന്നാൽ ഈ പുനർജനി പദ്ധതിയുടെ 2018-22 കാലയളവിൽ മണപ്പാട്ട് ഫൗണ്ടേഷന്റെ FCRA അക്കൗണ്ടിലേക്ക് 1,22,00,000 പരം രൂപ വന്നിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്ന്, പല രാജ്യങ്ങളിൽ നിന്ന് ഈ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട്. ഇതിൽ പക്ഷേ ഈ പണം ചെലവഴിച്ചതിനോ അല്ലെങ്കിൽ ഇത് സ്വീകരിച്ചതിനോ കൃത്യമായ രേഖകളില്ല എന്ന ആരോപണമാണ് വിജിലൻസ് അന്വേഷണത്തിലേക്ക് നയിച്ചത്. വിജിലൻസ് അന്വേഷിച്ച് കണ്ടെത്തിയതും മണപ്പാട് ഫൗണ്ടേഷന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിച്ചു. അതിലേക്ക് വന്ന പണവും നൽകിയ രേഖകളും, ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട നൽകിയ രേഖകളും തമ്മിൽ വലിയ വൈരുദ്ധ്യമുണ്ട്, പൊരുത്തക്കേട് ഉണ്ട് എന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ സാമ്പത്തിക ക്രമക്കേട് നടന്നതായും വിജിലൻസ് നിഗമനത്തിൽ എത്തിച്ചേർന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മണപ്പാട് ഫൗണ്ടേഷന്റെ CEO അമീർ അഹമ്മദിനെതിരെ കൂടി CBI അന്വേഷണം വേണമെന്ന ആവശ്യവുമായി വിജിലൻസ് സർക്കാരിനെ സമീപിച്ചിട്ടുള്ളത്. ഇന്നലെ ആദ്യം പ്രതിപക്ഷ നേതാവിനെതിരെയും സമാനമായ ആരോപണമാണ് ഉയർന്നു വന്നത്. പക്ഷേ പ്രതിപക്ഷ നേതാവിനെതിരായ ആരോപണത്തിൽ വിജിലൻസ് തന്നെ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ കഴിയില്ല എന്നൊരു കത്ത് നൽകിയിരുന്നു. അത് ആ കത്തുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഇപ്പോൾ നടക്കുകയുമാണ്. അതിനിടെയാണ് ഈ മണപ്പാട്ട് ഫൗണ്ടേഷന്റെ CEOക്കെതിരെ കൂടി അന്വേഷണം വരുന്നത്. പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമായ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള സർക്കാർ നീക്കമെന്നാണ് പ്രതിപക്ഷം ഇതിനെ കാണുന്നത്. മണപ്പാട് ഫൗണ്ടേഷൻ FCRA നിയമങ്ങൾ ലംഘിച്ചു എന്നും ഈ വിജിലൻസിന്റെ കണ്ടെത്തലുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണത്തിന് സർക്കാരിന് മുന്നിൽ ശുപാർശ എത്തിയിരിക്കുന്നത്. സർക്കാർ CBI അന്വേഷണത്തിന് ഒന്നുകിൽ സംസ്ഥാനത്ത് CBI അന്വേഷണം നടക്കണമെങ്കിൽ ഒന്നുകിൽ സർക്കാർ അത് ശുപാർശ നൽകണം. മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് അത് കേന്ദ്ര പേഴ്സണൽ കാര്യ മന്ത്രാലയത്തോട് ശുപാർശ ചെയ്യണം, അല്ലെങ്കിൽ ഹൈക്കോടതി നിർദ്ദേശം വേണം. സർക്കാർ ഇതിന് CBI അന്വേഷണം തയ്യാറാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. കൃത്യമായൊരു നിയമോപദേശം ഇക്കാര്യത്തിൽ സർക്കാരിന് ലഭിച്ചിട്ടുണ്ടോ? കാരണം ഈ CBI അന്വേഷണത്തിന് ശുപാർശ നൽകണമെങ്കിൽ അതിൻ്റെ ഒരു സാധ്യതകൾ, നിയമസാധ്യതയൊക്കെ പരിശോധിക്കണം. CBI അന്വേഷണം ആവശ്യമില്ല എന്ന രീതിയിലുള്ളൊരു നിയമോപദേശം സർക്കാരിന് നേരത്തെ ലഭിച്ചതാണെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ അക്കൗണ്ടിലേക്ക് പണം വന്നില്ലെന്നും മണപ്പാട് ഫൗണ്ടേഷന് വിദേശ ഫണ്ട് കൈകാര്യം ചെയ്യാമെന്നൊക്കെ ഒരു വിലയിരുത്തൽ, അത്തരം ചില വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഈ ഒരു നീക്കം സ്വാഭാവികം, നമുക്കറിയാം ഈ ശബരിമല സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന് നിലപാടറിയിക്കുന്ന സർക്കാരാണ് പുനർജനി പദ്ധതിയിൽ, അതായത് വർഷങ്ങൾക്ക് ശേഷം CBI അന്വേഷണം
ആവശ്യമുണ്ട് എന്ന നിലപാടുമായി രംഗത്തെത്തുന്നു. സ്വാഭാവികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ്, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണെന്ന്. പക്ഷേ ഇത്തരം ഒരു ശുപാർശ നൽകിയാൽ പോലും CBI അന്വേഷണം ഏറ്റെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ അരുൺ? സർക്കാർ ശുപാർശ നൽകണമെന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ. അതിന് സർക്കാർ തയ്യാറാകുമെന്നാണ് അറിയേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെതിരെ CBI അന്വേഷണം വന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്താണ്. 2005 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്താണ്. അന്നും ഇത്തരം രാഷ്ട്രീയ പ്രേരിതമെന്ന ആരോപണം ഉയർന്നു വന്നതാണ്. ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ കേസിൽ അന്വേഷണം പ്രഖ്യാപിച്ചത് പിന്നീട് വന്ന ഇടത് സർക്കാരാണ്. അത്തരത്തിൽ നേതാക്കളെ ഇത്തരത്തിൽ കേസുകളിൽ അവർക്ക് എന്തെങ്കിലും ആ കേസുമായി ബന്ധമുണ്ടെങ്കിൽ അവരെ കേസിൽ കൊടുക്കാനുള്ള നീക്കങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി എക്കാലവും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ആണിതെന്നാണ് പ്രതിപക്ഷം ഇപ്പോഴും വിമർശിക്കുന്നത്. സർക്കാർ പക്ഷേ ഇതുവരെ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തിട്ടില്ല. മണപ്പാട് ഫൗണ്ടേഷന്റെ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ പരിശോധിച്ചാണ് ഇത്തരം നിഗമനത്തിലേക്ക് CBI വിജിലൻസ് എത്തിച്ചേർന്നിട്ടുള്ളത്. മണപ്പാട്ട് ഫൗണ്ടേഷന്റെ വിദേശ ഫണ്ട് സ്വീകരിച്ചതിന്റെ റെക്കോർഡുകളോ രേഖകളോ അവരുടെ കൈവശം വിജിലൻസ് അന്വേഷണം നടക്കുമ്പോൾ ഇല്ലായിരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല FCRA നിയമത്തിന്റെ റൂൾ 19 ലംഘനമാണിതെന്നും വിജിലൻസ് ചൂണ്ടിക്കാട്ടുന്നു. അതുകൊണ്ടാണ് അവർക്കെതിരെ അന്വേഷണത്തിന് ഇപ്പോൾ ശുപാർശ നൽകിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിനെയും സമാനമായ കുറ്റം തന്നെയാണ്. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന്റെ അനുമതിയില്ലാതെ, സ്പീക്കറുടെ പോലും അനുമതിയില്ലാതെ വിദേശത്തേക്ക് പോകുന്നു, അവിടെ നിന്ന് ഫണ്ട് വാങ്ങുന്നു, അത് കൃത്യമായി ചെലവഴിച്ചില്ലെന്ന ആരോപണം നിയമസഭയിലടക്കം ഉയർന്ന ആരോപണമാണ് പിന്നീട് ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിലും അതിനുശേഷം CBI അന്വേഷണ ശുപാർശയിലേക്കുമേ ഒക്കെ എത്തി നിൽക്കുന്നത്. പക്ഷേ സർക്കാർ വളരെ എടുത്തിയാടി ഇത്തരത്തിൽ നീക്കം നടത്തുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം തെളിവില്ലാത്തൊരു അന്വേഷണമാണെങ്കിൽ സ്വാഭാവികമായും അത് തെരഞ്ഞെടുപ്പിൽ കൂടി തിരിച്ചടിയാകാം. ഇതിനകം പ്രതിപക്ഷം ആ രീതിയിലാണ് കാര്യങ്ങൾ സമീപിക്കുന്നത്. സർക്കാർ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായി മാത്രമാണ് പ്രതിപക്ഷം ഇതിനെ കാണുന്നത്. വെല്ലുവിളിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. അന്വേഷണവുമായി മുന്നോട്ട് വരട്ടെ, ഞാൻ ഭയപ്പെട്ടു പേടിച്ചുപോയി എന്ന് ഈ വാർത്തകൾ നൽകുന്നവരോട് പറയൂ എന്നൊക്കെ പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഒരു കാരണവശാലും ഇത് പേടിക്കാനൊന്നുമില്ല എന്ന സന്ദേശം നേരത്തെയും വ്യക്തമാക്കുന്നതാണ്. പക്ഷേ സർക്കാർ പറയുന്നത് ഒരു നിയമവിരുദ്ധ നടപടിയും ചെയ്തിട്ടില്ല. പ്രതിപക്ഷ നേതാവിനെതിരെ ആരോപണം ഉയർന്നു വന്നു. അപ്പോൾ സ്വാഭാവികമായ അന്വേഷണത്തിന് വിജിലൻസിനെ ചുമതലപ്പെടുത്തി. വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ് ഒരു ശുപാർശ വന്നിരിക്കുന്നത്. അതിൽ സർക്കാർ നയപരമായ തീരുമാനമെടുത്തിട്ടില്ല. മുഖ്യമന്ത്രിയാണ് തീരുമാനം എടുക്കേണ്ടത്. ഇതുവരെ അത്ര ഒരു തീരുമാനം എടുത്തിട്ടില്ല. അത് നിയമപ്രകാരം നിലനിൽക്കുന്നതാണെങ്കിൽ, അനിവാര്യമാണെങ്കിൽ അത്തരം നടപടികളെ മുന്നോട്ട് പോകുമെന്ന് മാത്രമാണ് സർക്കാർ ഈ ഘട്ടത്തിൽ പറയുന്നത്. പ്രതിപക്ഷ നേതാവിനെതിരെ ഏതെങ്കിലും തരത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുമെന്നൊരു വിശദീകരണമോ അല്ലെങ്കിൽ അത്തരമൊരു വെളിപ്പെടുത്തലോ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതോടൊപ്പം ഈ മണപ്പാട്ട് ഫൗണ്ടേഷന്റെ നിലപാട് ഈ വിഷയത്തിൽ എന്താണ്? കാരണം കൃത്യമായ നിയമപരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം ഈ FCRA ചട്ടങ്ങളൊന്നും ലംഘിച്ചിട്ടില്ല എന്ന് ഈ കമ്പനി അധികൃതർ വ്യക്തമാക്കുന്നു. ഈ മണപ്പാട്ട് ഫൗണ്ടേഷന്റെ അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. എന്താണ് അവരുടെ ഒരു നിലപാട് ഈ വിഷയത്തിൽ? എന്താണ് അവർ വിശദീകരിക്കുന്നത്? അവർ നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചാണ്. ഒരു തരത്തിലുള്ള ചട്ടലംഘനവും നടന്നിട്ടില്ല. തങ്ങൾക്ക് ഈ പണം സ്വീകരിക്കാനുള്ള അനുമതിയുണ്ട്. വിദേശ നാണ്യവിനിമയ ചട്ടപ്രകാരം പണം സ്വീകരിക്കാൻ അനുമതിയുണ്ട്. കേന്ദ്ര സർക്കാരിൽ നിന്ന് അത്തരം അനുമതി നേടിയ ശേഷമാണ് ഈ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അതിൽ കൃത്യമായ കണക്കും മറ്റും ഉണ്ടെന്ന് തന്നെയാണ് അവരുടെ വിശദീകരണം. പക്ഷേ വിജിലൻസിനെ ഇത് ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി വിജിലൻസ് ആരോപിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർക്കെതിരെ ഈ അന്വേഷണം വിജിലൻസ് മുന്നോട്ട് പോവുകയും വിജിലൻസ് അന്വേഷണത്തിൽ മാത്രം നിൽക്കുന്നതല്ല, ഈ വിദേശ നാണ്യവിനിമയ ചട്ടപ്രകാരമുള്ള ക്രമക്കേട് നടന്നിട്ടുള്ളത് കൊണ്ട് തന്നെ CBI അന്വേഷണം വേണമെന്ന ആവശ്യം വിജിലൻസ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിന്റെ തെളിവുകൾ ഇവർക്ക് കൃത്യമായി പണം ലഭിച്ചതിന്റെയും ചെലവഴിച്ചതിന്റെയും രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. അതുകൂടി വച്ചുകൊണ്ടാണ് അവർ ഈ രീതിയിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നതും അത്തരമൊരു ശുപാർശ സർക്കാരിന് നൽകിയിരിക്കുന്നതും. ഏതായാലും സർക്കാർ തന്നെയാണ്, മുഖ്യമന്ത്രി തന്നെയാണ് ഇതിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത്. അത് ഏത് രീതിയിലാകുമെന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പൊക്കെ ഇത്തരത്തിൽ സൂചിപ്പിച്ച വിജിലൻസ് അന്വേഷണവും ജുഡീഷ്യൽ അന്വേഷണവും ഒക്കെ പ്രഖ്യാപിച്ച രാഷ്ട്രീയ ചരിത്രം കേരളത്തിലുണ്ട്. പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ആ ഭരണപക്ഷം ഏറ്റവും വലിയ ആയുധമായി പലപ്പോഴും ഉപയോഗിക്കാറുള്ളതും അത്തരം അന്വേഷണങ്ങൾ തന്നെയാണ്. അത് ആവർത്തിക്കുമോ, അതിന്റെ ഒരു ആവർത്തനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. എങ്ങനെയാകും സർക്കാർ ഇതിനെ സമീപിക്കാൻ പോകുന്നതാണ് അറിയേണ്ടത്. ഏതായാലും പ്രതിപക്ഷ പൂർണ്ണമായും ആരോപണങ്ങൾ തള്ളിക്കളയുകയാണ്. അത് എന്തായിരിക്കും സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാട്? അതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. BV അരുണാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം പൂർത്തിയാക്കാൻ ആ വാർത്തയിലേക്ക്, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലേക്ക് പോകും മുൻപ് മണപ്പാട്ട് ഫൗണ്ടേഷന്റെ ഈ വന്ന 20,000 പൗണ്ടാണ്
ആ 20,000 പൗണ്ട് FCR അക്കൗണ്ടിൽ വന്നിട്ടുള്ളതാണ്. FCR അക്കൗണ്ടിൽ ഒരു ഫെമ വയലേഷൻ ഒന്നുമില്ല. കാരണം അത് നടക്കില്ല. കാരണം അവിടെ FCR അക്കൗണ്ടിൽ വരുന്ന പണങ്ങളൊക്കെ FCR പറ്റി അറിയുന്നവർക്കറിയാം. എവറി 3 months റിട്ടേൺ ഫയൽ ചെയ്യണം. അതുപോലെ തന്നെ ചെയ്യണം. ഞങ്ങൾ അധികമായിട്ട് FCRൽ പൈസ ഒന്നും വരുത്തിക്കുന്ന ആൾക്കാരും അല്ല. വന്ന പൈസക്ക് കൊടുക്കണം. ഇത് 2018-19 നടന്ന സംഗതിയാണ്. അതിനുശേഷം 2023 ഞങ്ങൾ FCR റിന്യൂ ചെയ്തിട്ടുണ്ട്. ഇത് സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഹോം മിനിസ്റ്ററുടെ കീഴിലൊരു സാധനമാണ് FCR. അപ്പൊ അതനുസരിച്ചുകൊണ്ട് FCRൽ എന്തെങ്കിലും വയലേഷൻ ഉണ്ടെങ്കിൽ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഒരു റിന്യൂ ചെയ്യില്ല. അത് റിന്യൂ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ പ്രൂഫ്, അതായത് ഇതിനകത്ത് യാതൊന്നും പൊളിക്കാനില്ലെന്ന്. അതിന്റെ പേരിൽ ഞാൻ 100% CBI അന്വേഷണം വരണമെന്ന് സ്വാഗതം ചെയ്യുന്നു. അതിനൊരു കാരണം കൂടിയുണ്ട്. ഞങ്ങളെപ്പോലെ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എന്തെങ്കിലും ഇവിടെ ചെയ്യുമ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നു. അത് വല്ലാതെ മാനസിക വിഷമം ഉണ്ടാക്കുന്നു. എന്നോട് പലരും ഇന്ന് ദുബായിൽ നിന്ന് കാലത്ത് മുതലേ കോളുകളാണ് എന്ത് കാര്യത്തിന് ഇതൊക്കെ ഇറങ്ങിപ്പുറപ്പെട്ടത്. പക്ഷെ എനിക്കതൊന്നും പേടിയില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് പേടിക്കണ്ടോ. പക്ഷെ പലരും ഇത് കണ്ടിട്ട് പിന്മാറുന്നുണ്ട്. അതിന് അവസരം കൊടുക്കുന്നത്. അതിന്റെ ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ അറിയുമല്ലോ. ഇതെങ്കിൽ ഇത്ര വലിയ സംഗതി വന്നാലും മല പോലെ വന്നത് എലി പോലെ പോയിക്കോളും 100% ഉറപ്പുള്ളതിന്റെ പേരിൽ ഞാൻ ഇത്ര പറയുന്നത്. ശരി. അദ്ദേഹത്തിന്റെ ഒരു റോൾ എന്താണ്? അപ്പൊ പറയപ്പെടുന്നതനുസരിച്ചാണെങ്കിൽ അദ്ദേഹത്തിന്റെ അക്കൗണ്ട് വഴി പൈസ വന്നു. അപ്പൊ എന്താണ് പ്രതിപക്ഷ നേതാവിന് മണപ്പാട്ട് ഫൗണ്ടേഷനായിട്ടുള്ള മണപ്പാട്ട് ഫൗണ്ടേഷന്റെ പ്രതിപക്ഷ നേതാവ് 2018 അദ്ദേഹത്തിന്റെ എന്റെ ഒരു കോമൺ ഫ്രണ്ട് പറവൂർക്കാരൻ ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു, ബാബുക്ക ഇങ്ങനെ ഞങ്ങൾ MLA ഒന്ന് കാണണമെന്നുണ്ട്, ഒന്ന് വരാൻ പറ്റുമെന്ന് വെച്ച്. ബേസിക്കലി ഞാനൊരു റീ എഞ്ചിനീയറിംഗ് സ്പെഷ്യലിസ്റ്റാണ്. ഈ സിക്കായിട്ടുള്ള യൂണിറ്റിനൊക്കെ എടുത്ത് ചെയ്യുക. അപ്പൊ ഇതൊരു സിക്കാണല്ലോ. ഇപ്പൊ പറവൂർ നിയോജകമണ്ഡലം അന്നത്തെ എനിക്കൊരു വളരെ സിക്കായി നിൽക്കുന്ന സമയത്ത് എന്നോട് വന്ന് ഇതിനൊരു റീഹാബിലിറ്റേഷൻ ഒരു പ്രോജക്ട് ഉണ്ടാക്കി തരാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഒത്തിരി ഹെസിറ്റന്റ് ആയിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ എന്തെങ്കിലും വരണമെന്ന് വെച്ചിട്ട് നമ്മൾ അതിനകത്ത് ഒരു ബ്രാൻഡഡ് ആകാൻ ആഗ്രഹിക്കാത്തതിന്റെ പേരിൽ വേണ്ടാന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞില്ല, നിങ്ങൾ എന്ത് പ്രൊഫഷനിൽ വന്നിട്ടുണ്ടെങ്കിലും എനിക്കറിയാം. എനിക്ക് അദ്ദേഹത്തിന് എന്നെ നേരത്തെ അറിയായിരുന്നു, അദ്ദേഹം അന്ന് പറഞ്ഞു. എനിക്ക് വാസം എനിക്ക് ആ ഓർമ്മ ഉണ്ടായിരുന്നില്ല, പ്രായത്തിന്റെ പേരിലൊക്കെ ആയിരിക്കും. അങ്ങനെ എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഒരു പ്രൊഫഷണലായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് കണ്ടീഷൻസ് ഉണ്ടാകും. കണ്ടീഷൻ ഞാനിത് ഇങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഇതിനെ അനലൈസ് ചെയ്യണം. അതൊക്കെ ചെയ്തതിന് ശേഷം പറ്റും. അപ്പോൾ പറഞ്ഞു, എന്തുകൊണ്ടും ചെയ്തു, ഞാൻ എന്നെക്കൊണ്ട് എന്ത് സഹായം ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തു തരാം. എനിക്ക് എന്റെ നിയോജകമണ്ഡലത്തിൽ എല്ലാവർക്കും ഇത് എത്തിക്കണം. അപ്പൊ അത് എപ്പൊളിറ്റിക്കൽ ആയിട്ടാണെന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയത്തിന് അതീതമായിട്ട് പുള്ളിക്ക് എല്ലാവർക്കും എത്തിക്കുന്ന ഒരു ആഗ്രഹം. ഞാൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കുറച്ച് കുട്ടികളെ കൊണ്ട് സർവേ നടത്തിക്കണം ഇവിടെ കംപ്ലീറ്റ്. ആർക്കൊക്കെയാണ് എന്തൊക്കെയാണ് ദോഷങ്ങൾ വന്നിട്ടുള്ളത് നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സേവിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് 100 കുട്ടികളെ ഇറക്കി എല്ലാ വീടുകളും സർവേ ചെയ്യിച്ച് അവർ നഷ്ടങ്ങൾ മുഴുവൻ കഷ്ടനഷ്ടങ്ങൾ മുഴുവൻ ഇത് ചെയ്തിട്ട് അതിന്റെ ബേസിൽ കാറ്റഗറൈസ് ചെയ്ത് വീട് നഷ്ടപ്പെട്ട മണപ്പാട്ട് ഫൗണ്ടേഷൻ സിഇഒ അമീർ അഹമ്മദാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഈ പുനർജനി കേസിൽ യാതൊരു രീതിയിലുള്ള ക്രമക്കേടും ഉണ്ടായിട്ടില്ല, FCR ചട്ടം ലംഘനം നടന്നിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്നാൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ വിജിലൻസ് ശുപാർശ നൽകിയിരിക്കുന്നത്, അതായത് CBI അന്വേഷണ ശുപാർശ നൽകിയിരിക്കുന്നത് സർക്കാരിൻ്റെ തീരുമാനമാകും ഈ വിഷയത്തിൽ ഏറെ നിർണായകമായിട്ടുള്ളത്.